ഹലോ ഗൈസ്, വെൽക്കം ടു ആഷീസ് കിച്ചൺ. ഇന്നൊരു വെറൈറ്റി സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കിയാലാ. നേന്ത്രം ബേക്കവും ഈത്തപ്പഴം കൊണ്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇനി ഉണ്ടാക്കാൻ പോകുന്ന പരിപാടിയാണ് ഈത്തപ്പഴം എടുത്തിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നേന്ത്രം ബേക്ക് എടുത്തിട്ട് ഇതിൻ്റെ തൊലി എടുക്കുക. നല്ല പൗത്തിട്ട് ഇത് നല്ല പൗത്തതും എടുക്കുക, പ്രശ്നമില്ല. അങ്ങനെ ഇതിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് ഇതിനെ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ തന്നെ ഇട്ടിട്ട് വെക്കാം. ഇതിന് വേണ്ടിയത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്. ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെക്കാം. ഇതിന് അടുപ്പിൽ ചട്ടി വെക്കാം, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടുമ്പോൾ കറിച്ചപ്പല ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ചീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുറിച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിനെ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മിക്സ് ആക്കാം. പിന്നെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഞാൻ എടുത്തിന്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മുറിച്ച് വെച്ച ബേക്കാവും പിന്നെ ഈത്തപ്പഴം ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിളപ്പിക്കാം. നല്ല മുദ്ദയാക്കിയിട്ട് ഉപ്പേരിയാക്കിയിട്ട് എടുക്കാം. ഒന്ന് പാങ്ങൽ ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് നല്ല തിക്കാക്കിയിട്ട് എടുക്കാം. കാരണം കുറച്ച് ഉപ്പും വേറെ അതിലേക്ക്. അങ്ങനെ നമ്മളെ ഈത്തപ്പഴം ബേക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി ചോറിനെല്ലാം കൂട്ടാൻ എന്തോ ഒരു പാങ്ങിന്, കറിയൊന്നും പാണിട്ടേ ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.